നമ്മൾ എടുക്കാൻ പോകുന്നത് തെർമൽ എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമ്മൾ പല ടോപ്പിക്കുകൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ തെർമോഡൈനാമിക്സ് വരുന്നുണ്ട്, കംപ്രസർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫറിന്റെ വളരെ ഫണ്ടമെന്റൽസ് മാത്രം, മൊത്തം പഠിക്കേണ്ടതില്ല. ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ വലിയൊരു സബ്ജക്റ്റാണ്. അതിന്റെ ചെറിയ HMTയുടെ വളരെ ചെറിയ ബേസിക്സ് മാത്രം പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്ലാസ് ഓൾറെഡി കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ട് നമ്മളത് കൺക്ലൂഡ് ചെയ്യും. ഓക്കെ, സോ നേരെ ടോപ്പിക്കിലേക്ക് പോവാണ്. നമുക്ക് ഫസ്റ്റ് പഠിക്കാനുള്ളത് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ കോമ്പോസിറ്റ് വാളാണ്. ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ കോമ്പോസിറ്റ് വാൾ. അപ്പൊ എന്താണ് ഈ കോമ്പോസിറ്റ് വാൾ എന്നുള്ളതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. കോമ്പോസിറ്റ് വാൾ എന്ന് പറഞ്ഞാൽ എന്താണ് കോമ്പോസിറ്റ് വാൾ എന്ന് പറയുന്നത്? അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. എന്താ? ഡിഫറെന്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാള്. ഡിഫറെന്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വാള്. അതിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ചെറിയൊരു അനാലിസിസ്. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് ആക്ച്വലി കോർ സബ്ജക്റ്റിന്റെ ഭാഗമാണ്. നമുക്ക് ഒരുപാട് ഡെപ്തിൽ HMT ചോദിക്കില്ല. കാരണം നമുക്ക് ആക്ച്വലി മറ്റ് എക്സാമുകൾക്ക് HMT എന്ന് പറയുന്ന 10 മാർക്കിന്റെ ഒരു സബ്ജക്റ്റ് ആയിട്ട് സിലബസിൽ കൊടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് 2 ലൈനിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് ജസ്റ്റ് അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ ഇവിടുത്തെ റെസിസ്റ്റൻസ്, തെർമൽ റെസിസ്റ്റൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ജസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, വലിയ ഡെപ്ത് ഉള്ള പ്രോബ്ലംസ് ചോദിക്കാൻ സാധ്യത കുറവാണ്. അപ്പൊ നമ്മളൊരു കണ്ടീഷൻ എടുത്തേക്കാണ്, ഒരു കോമ്പോസിറ്റ് വാള് നമ്മൾ എടുത്തേക്കുവാണ്. ഈ കോമ്പോസിറ്റ് വാളിന്റെ ഒരു സൈഡിലെ ടെമ്പറേച്ചർ TA ആണ്. അതായത് ഇതിന്റെ ഇപ്പുറയുള്ള എയറിന്റെ ടെമ്പറേച്ചർ TA. ഓക്കെ, ഇവിടെയുള്ള എയറിന്റെ ടെമ്പറേച്ചർ TB. ഓക്കെ, ഈ വാള് ചിലപ്പോൾ ഒരു ഹീറ്റ്, ഒരു ഫർണസിന്റെ വാളായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഹീറ്റ് ചെയ്യപ്പെട്ട റൂമിന്റെ വാളായിരിക്കാം. എനിവേ ഇവിടുത്തെ ടെമ്പറേച്ചർ ഹയർ ആണ്, ഇവിടുത്തെ ടെമ്പറേച്ചർ ലോവർ ആണ്. ഓക്കെ, വാളിന്റെ ഫസ്റ്റ് സർഫസിലെ ടെമ്പറേച്ചർ T1, ഇവിടുത്തെ ടെമ്പറേച്ചർ T2, ഇവിടുത്തെ T3, ഇവിടുത്തെ T4. ടെമ്പറേച്ചർ കുറഞ്ഞു വരുവാണ്. ഓക്കെ, വാൾ ഓരോന്നും ഓരോ മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി K1 ആണ്, ഇതിന്റെ K2 ആണ്, ഇതിന്റെ K3 ആണ് തെർമൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, അതാണ് ഓരോന്നിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ്. തിക്നെസ് L1 ആണ്, L2, L3, ഇങ്ങനെ 3 തിക്നെസ് ആണ് ഉള്ളത്. ഓക്കെ, 3 തിക്നെസ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗറിൽ തന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കോമ്പോസിറ്റ് വാളിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ, അപ്പൊ ക്യൂവിന്റെ ഇക്വേഷൻ, ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഹീറ്റ് ട്രാൻസ്ഫർ പെർ യൂണിറ്റ് ടൈം. ഇനി യൂണിറ്റ് എന്താ? വാട്ട്സ് ആയിരിക്കും കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു, ആദ്യം ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ചിലപ്പോൾ ക്യൂ ഡോട്ട് എന്ന് ഉപയോഗിക്കും, ഇപ്പൊ ചിലപ്പോൾ ക്യൂ എന്ന് ഉപയോഗിക്കും. നമ്മളിവിടെ ക്യൂ എന്ന് ഉപയോഗിക്കുമ്പോൾ പുറത്തുള്ള അതിന്റെ യൂണിറ്റ് ജൂൾ അല്ല, വാട്ട്സിലാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പൊ ആ ക്യൂവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? നമുക്കറിയാം, ഒരു സിംഗിൾ ആണെങ്കിൽ, സിംഗിൾ ആയിട്ടുള്ള, സപ്പോസ് ഇവിടെ K1 തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ള L1 തിക്നെസ് ഉള്ള ഒരു സിംഗിൾ വാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിലൂടെ നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്താ? ലൈവിലുള്ള ആരെങ്കിലും ഒന്ന് റിപ്ലൈ തന്നെ, അറിയാവുന്നവരുണ്ടോ? അതന്നെ, അത്രേ ഉള്ളൂ. എന്താണ് T1 - T2 L1 K1 × A അല്ലെ? A എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതെന്താണ്? നമ്മുടെ ഫോറിയർ ലോ ആണ്, ഇതല്ലേ? ഫോറിയർ ലോ T1 - T2 ഡിവൈഡഡ് ബൈ L1 K1 × A. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോമ്പോസിറ്റ് വാൾ എടുക്കുമ്പോൾ A1 A2 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാത്തിനും ഒരേ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആയിരിക്കും കേട്ടോ. അതാണ്. അപ്പൊ ക്യൂവിന് വേണമെങ്കിൽ ആ ഇക്വേഷൻ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. എന്താ? T1 - T2 K1 × A. അപ്പൊ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ T2ന്റെ വാല്യൂ അറിയണം. ഈ ഇന്റർമീഡിയറ്റ് രണ്ട് വാളിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യേണ്ടി വരും. T2 അത് ബുദ്ധിമുട്ടല്ലേ, ഈ രണ്ട് വാളിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറയുന്നത്, അല്ലെ? ആ വാള് നമ്മളൊന്ന് തുറന്ന് അതിന്റെ കറക്റ്റ് ഇന്റർഫേസിൽ എന്തെങ്കിലും ഒരു തെർമോകപ്പിളൊക്കെ കൊണ്ട് വെച്ചിട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അതല്ലാതെ പിന്നെയും വേറെ ഇക്വേഷൻസ് ഉണ്ട്.
എന്താണ് ഈ വാളിന്റെ പുറത്ത് നമുക്ക് അറിയാവുന്ന ടെമ്പറേച്ചർ എന്താ? TA-യും TB ആണ്. TA-യും TB-യും വെച്ച് നമുക്ക് പറയാൻ പറ്റും ക്യൂവിന്റെ വാല്യൂ. എങ്ങനെയാ? TA മൈനസ് TB, അതാണ് ഈ കോമ്പോസിറ്റ് വാളിന്റെ ടെമ്പറേച്ചർ, കോമ്പോസിറ്റ് വാളിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. TA മൈനസ് TB ഡിവൈഡഡ് ബൈ 1/HA ഇൻറ്റു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഇതെന്താന്നുള്ളത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൂ. അതവിടെ ഇരിക്കട്ടെ, എന്താ സംഭവം എന്നുള്ളത് നമുക്ക് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലസ് 1/HA ഇൻറ്റു A പ്ലസ് L1/K1A1. K1A A1 നോക്കേണ്ട ആവശ്യമില്ല. L1/K1A എന്ന് വെച്ചാൽ എന്താ? L1/K1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒന്നാമത്തെ ലെയർ ഓഫർ ചെയ്യുന്ന കണ്ടക്ഷൻ റെസിസ്റ്റൻസ് അല്ലെ. L/KA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. കണ്ടക്ഷൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ L1/K1A എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ ഭിത്തി വരുന്ന കണ്ടക്ഷൻ റെസിസ്റ്റൻസ് പ്ലസ് L2/K2A പ്ലസ് L3/K3A പ്ലസ് എന്ത് വരും? പ്ലസ് 1/HB ഇൻറ്റു A. സോ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇങ്ങനെ എഴുതിയാൽ ഗുണം എന്താണ്? നമുക്ക് ആ ഇൻസൈഡ് റൂമിലെ ടെമ്പറേച്ചറും, റൂമാണോ ഫർണസ് ആണ് എന്തെങ്കിലും ആവട്ടെ, ഇൻസൈഡിലെ ടെമ്പറേച്ചറും ഔട്ട്സൈഡിലെ ടെമ്പറേച്ചറും അറിയാമെങ്കിൽ നമുക്ക് ആ ഭിത്തികളുടെ ഒക്കെ തെർമൽ കണ്ടക്ടിവിറ്റിയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ അറിയാമെങ്കിൽ, അതുപോലെ തന്നെ HA-യും HB-യും അറിയാമെങ്കിൽ നമുക്ക് ഈക്വേഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ ഒരു ടൈം വന്നത് 1/H1 ഇൻറ്റു A. ഈ 1/H1 ഇൻറ്റു എന്ന് പറയുന്നത് L1/K1 എന്ന് പറയുന്നതാണ് കണ്ടക്ഷൻ റെസിസ്റ്റൻസ് ആണ് അല്ലെ. കണ്ടക്ഷൻ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഉള്ള സാധനമാണ്. നമ്മൾ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, കൺവെക്ഷനെ പറ്റി. 1/HA എന്ന് പറഞ്ഞാൽ എന്ത് വിളിക്കുക അതിനെ? നമ്മൾ അതിനെ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. കൺവെക്ഷൻ റെസിസ്റ്റൻസ് 1/HA ഇൻറ്റു A നമ്മൾ കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അവിടെ HA എന്ന് പറയുന്നത് HA അത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ. HA എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ അതിന്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ ഒന്ന് പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ അതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺവെക്ഷൻ, H എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്. അതിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ സ്ക്വയർ കെൽവിനോ മീറ്റർ സ്ക്വയർ ഡിഗ്രി സെൽഷ്യസ് എന്നോ പറയാം. ഓക്കെ, അതേ സമയത്ത് നമ്മുടെ K തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട് എന്താ? വാട്ട്സ് പെർ മീറ്റർ കെൽവിൻ. അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യണം, ആ കാര്യങ്ങൾ നോട്ട് ചെയ്തോളാം. അപ്പൊ 1/HA ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താണ്? കൺവെക്ഷൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ TA മൈനസ് TB എടുക്കുന്നെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ സർഫസിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൺവെക്ഷൻ വഴിയാണ്. അപ്പൊ ആ കൺവെക്ഷൻ റെസിസ്റ്റൻസ് 1/HA ഇൻറ്റു A കൂടി കൺസിഡർ ചെയ്യണം. ഓക്കെ, അതുപോലെ നമ്മളിവിടെ TB എടുത്തിരിക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ഈ സർഫസിൽ നിന്ന് അറ്റ്മോസ്ഫിയറിലേക്ക് വീണ്ടും ഹീറ്റ് ട്രാൻസ്ഫർ ആയി പോകുന്നത് കൺവെക്ഷൻ വഴിയാണ്. അതുകൊണ്ട് 1/HB ഇൻറ്റു A നമ്മൾ എടുക്കണം. അതാണ് ഇവിടെ എടുത്തേക്കണേ കേട്ടോ. ഇത് മാത്രമല്ല, പല ഇക്വേഷൻസ് ചെയ്താൽ പറ്റും, ഏതായാലും സെയിം ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഇതിനെ T1 മൈനസ് T4 നടക്കുന്ന വിചാരിക്കുക. T1 മൈനസ് T4 എന്നാണ് നമ്മൾ ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുന്നതെങ്കിൽ അതിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ് മാത്രം കൺസിഡർ ചെയ്താൽ മതിയാവും. എന്താ? T1 മൈനസ് T4 ഡിവൈഡ് ബൈ L1/K1 പ്ലസ് L2/K2 പ്ലസ് K2A പ്ലസ് L3/K3A. അതും എന്താ? Q തന്നെ ആയിരിക്കും കേട്ടോ. അതും Q തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പൊ Qക്ക് നമുക്ക് ഏത് ടെമ്പറേച്ചർ ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് സാധാരണ ചോദിക്കുന്നത്
നമുക്ക് T3 വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു. ക്വസ്റ്റ്യനിൽ T4 അറിയാം, T3 വാല്യൂ എത്രയാന്ന് ചോദിച്ചേക്കാം. ക്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? Q is equal to T3 minus T4 divided by എന്താണ് L1 L3 by K3A. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ ഏത് ടെമ്പറേച്ചർ ആണോ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് ആ ടെമ്പറേച്ചർ ഉൾക്കൊള്ളുന്ന ഇക്വേഷൻ എഴുതിയിട്ട് Q ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കുക. അതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. ഇതാണ് എന്താ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ, കോമ്പോസിറ്റ് വാളിന്റെ കേസിലുള്ള. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് കണ്ടക്ഷൻ ത്രൂ എ ഹോളോ സിലിണ്ടർ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് ഈ സ്ലാബ്, പ്ലെയിൻ സ്ലാബിന്റെ കേസാണ് പറഞ്ഞത്. പ്ലെയിൻ സ്ലാബ് അല്ലേ, അതായത് അതിന് തിക്നെസ് ഉണ്ട്, ഏരിയ ക്രോസ് സെക്ഷൻ ഉണ്ട്, അങ്ങനെയുള്ള സാധനങ്ങൾ. ഇനി നമ്മളത് ഹോളോ സിലിണ്ടർ എടുത്തു കഴിഞ്ഞാൽ, ഹോളോ സിലിണ്ടർ ഹീറ്റ് ട്രാൻസ്ഫർ, ഹോളോ സിലിണ്ടറിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇക്വേഷന്റെ എസ്പെഷ്യലി ഡിനോമിനേറ്റർ എന്താന്ന് പഠിക്കണം. Q is equal to ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡ് ബൈ ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പറയാറ്. അപ്പൊ ആ തെർമൽ റെസിസ്റ്റൻസ് എന്താണെന്നുള്ളത് കാണാൻ പഠിക്കണം. ആ ഇക്വേഷൻ മാത്രം കാണാൻ പഠിക്കണം. ഇപ്പൊ ഫിഗറിൽ നോക്കിയ ഫിഗറിൽ ഒരു സിലിണ്ടർ ഉണ്ട്, അതിന്റെ ഹോളോ സിലിണ്ടർ ആണ്. അകത്തുള്ള ടെമ്പറേച്ചർ T1 ആണ്, പുറത്തെ ടെമ്പറേച്ചർ T2 ആണ്. അവിടുത്തെ റേഡിയസ് R1, പുറത്തെ റേഡിയസ് R2. ഇതിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കണ്ടുപിടിക്കണം. ഇതിലൂടെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ സപ്പോസ് T1 is greater than T2, T1 is greater than T2. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയാണെങ്കിൽ സംഭവിക്കും, സ്വാഭാവികമായിട്ടും ഹീറ്റ് പുറത്തേക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ആയി പോകും. ആ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന ഹീറ്റിന്റെ എമൗണ്ട് ഓക്കെ ഇൻ വാട്ട്സ് അത് കണ്ടുപിടിക്കണം. അപ്പൊ എന്തായിരിക്കും? അത് ഈക്വൽ ടു ടെമ്പറേച്ചർ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ തെർമൽ റെസിസ്റ്റൻസ് ആയിരിക്കും എന്ന് പറയാലോ. ഏത് ഷേപ്പ് ആണെങ്കിലും, അത് പ്ലെയിൻ സ്ലാബ് ആണെങ്കിലും സിലിണ്ടർ ആണെങ്കിലും സ്ഫിയർ ആണെങ്കിലും ഏത് ഷേപ്പ് ആണെങ്കിലും എന്താണ്? Q എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ബൈ തെർമൽ റെസിസ്റ്റൻസ് ആണ്. ഈ കേസിൽ തെർമൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഇങ്ങനെയായിരിക്കും. ഏത്? ln R2 by R1 by 2 KL ആടിക്കണം. എന്താണ്? ln R2 by R1 by 2 KL. T1 minus T2 divided by ln R2 by R1 by 2 KL. അതാ ഒരു സിലിണ്ടറിന്റെ കേസിലുള്ള തെർമൽ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇതാ, ln R2 by R1 by 2 KL. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് പ്ലെയിൻ സ്ലാബിന്റെ കേസിൽ തെർമൽ റെസിസ്റ്റൻസ് എന്താ? L1 by K1 into A ആണല്ലോ. സിമിലർലി ഒരു സിലിണ്ടറിന്റെ കേസിലുള്ള തെർമൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ ln R2 by R1 by 2 KL ആണ്. സോ ദിസ് ഈസ് ദി ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ത്രൂ എ ഹോളോ സിലിണ്ടർ. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ അതൊരു കോമ്പോസിറ്റ് സിലിണ്ടർ ആണെങ്കിൽ, ഹോളോ സിലിണ്ടറിന് പകരം ഒരു കോമ്പോസിറ്റ് സിലിണ്ടർ ആണെങ്കിൽ എങ്ങനെയാണ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ വരിക? അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ഫിഗറിലേക്ക് നോക്കിയേ. ഫിഗറിൽ ഇതുപോലെ തന്നെ ഒരു കോമ്പോസിറ്റ് സിലിണ്ടർ വന്നിരിക്കുന്നത്, 2 ലെയറുള്ള സിലിണ്ടർ. അകത്ത് എന്തൊരു എയറോ അല്ലെങ്കിൽ എന്തോ വാട്ടറോ അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. അതുപോലെ പുറത്ത് വന്നിട്ടുണ്ട്, പുറത്ത് എയർ ഉണ്ട്, പുറത്ത് എയർ ആയിരിക്കും സാധാരണ. അപ്പൊ അകത്തുള്ള മീഡിയത്തിന്റെ, സപ്പോസ് അകത്ത് വാട്ടർ ആണെന്ന് വിചാരിക്കാം, അതിന്റെ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് പറയുന്നുണ്ട് HA. അകത്തെ ടെമ്പറേച്ചർ TA എന്ന് തന്നിട്ടുണ്ട്. സിമിലർലി പുറത്തെ ടെമ്പറേച്ചർ TB എന്ന് തന്നിട്ടുണ്ട്. പുറത്തെ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് HB തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്യൂവിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഇപ്പൊ ഒന്ന് പറയാൻ പറ്റുമോ? Q TA minus TB TA minus TB divided by
1/HA into A. 1/HA into A. ഈ A എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുത്തെ A എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇക്വേഷൻ പറയാടെ. Pi d square by 4 into L. Pi d square by 4 into L ആണോ? Pi Pi d d square by pi dl. Pi dl കറക്റ്റാ. Pi dl എന്ന് പറഞ്ഞാൽ എന്താ? Pi d എന്ന് പറയുമ്പോൾ എന്താ? അതിന്റെ ഇന്നർ സർഫസിന്റെ ഈ എന്താ സർക്കംഫറൻസ് കിട്ടും അല്ലെ? അത് ഇൻറ്റു L ചെയ്ത് കഴിഞ്ഞാൽ ആ സർഫസ് ഏരിയ കിട്ടും അല്ലെ? ശരിയല്ലേ? Pi dl ആണ് ഇവിടെ എയുടെ ഇക്വേഷൻ വരുന്നത്. അല്ലെങ്കിൽ 2πr into L എന്ന് പറയുന്നത് കേട്ടോ. അതാണ് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അത് പ്ലസ് പിന്നെന്ത് വരും? L by അതായത് നമുക്ക് ഇവിടെ സിലിണ്ടർ ആണ്. ലോൺ ലോൺ R2 by R. ഫസ്റ്റ് ലെയർ എടുക്കുക. ഫസ്റ്റ് ലെയർ കൂടെ കടന്നു പോകുമ്പോഴുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ ലോൺ R2 by R1 ഡിവൈഡഡ് ബൈ 2πkl K to L. 2πkl അല്ലെങ്കിൽ 2πlk അല്ലെ? K1 LK1 ഒന്നാമത്തെ തെർമൽ കണ്ടക്ടിവിറ്റി പ്ലസ് ലോൺ എന്തൊരു R3 by R1 ഡിവൈഡഡ് ബൈ 2πlk2 പ്ലസ് 1/HB into A. കുഴപ്പമില്ലല്ലോ. ഇപ്പൊ ഇന്റർമീഡിയറ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ ചോദിച്ചു ക്വസ്റ്റ്യനില്. നിങ്ങൾക്ക് അതിന്റെ പ്രോബ്ലം ചോദിക്കാൻ സാധ്യത കുറവാണ്. MB എക്സാം അല്ലേ? T2ന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? Qന്റെ വാല്യൂ വന്നിട്ടുണ്ട്, T1ന്റെ വാല്യൂ വന്നിട്ടുണ്ട്. ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? Q is equal to T1 minus T2 അത്രേ ഉള്ളൂ. ആ T2 ഉള്ള ഇക്വേഷൻ ഏതാ? T1 minus T2 ഡിവൈഡ് ബൈ അതിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസ്. T1 T2 ഇടയിൽ എന്താ ഉള്ളത്? ഒരു സിലിണ്ടറിന്റെ ഒരു ലെയർ മാത്രമേ ഉള്ളൂ. എന്തുവരും? ലോൺ R2 by R1 divided by 2πl K1. അത്രേ ഉള്ളൂ. ഓക്കെ, സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടുന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ സിലിണ്ടറിന്റെ കേസിലുള്ള തെർമൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്താണെന്നുള്ളതാണ് കേട്ടോ. അതായത് ലോൺ R2 by R1 by 2πlk1. അതൊന്നും കാണാൻ പഠിച്ചോളാം. അത് മാത്രം കാണാൻ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾക്ക് ഇപ്പൊ കോമ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷന്റെ സെക്കൻഡ് ടേം R3 by R1 ആണോ R3 by R2 ആണോ? R2. ഓക്കെ R2 ആണ്. That's a good question. Okay. Now, heat conduction through hollow sphere. തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞെന്താ? ഹോളോ സിലിണ്ടർ ആണ്. ഹോളോ സ്പിയർ എടുത്തു കഴിഞ്ഞാൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്താണ്? അപ്പൊ നമുക്ക് സ്പിയറിന് നമുക്ക് ഇതിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോളോ സ്പിയറിനെ ഓക്കെ, ഒരു 2 സർക്കിൾ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഇത് സ്പിയർ ആണ് കൺസിഡർ ചെയ്യാം. ഹോളോ സ്പിയർ ഒരു ക്രിക്കറ്റ് ബോളിന്റെ ഷേപ്പിലുള്ള ഒരു സ്പിയർ ആണ്. ഓക്കെ, സോ ഈ കേസിലുള്ള ക്യൂവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സ്പിയറിന്റെ കേസ് ആയതുകൊണ്ട് വ്യത്യാസമാണ്. എന്ത്? തെർമൽ റെസിസ്റ്റൻസ് വ്യത്യാസം വരും. Q is equal to നമുക്ക് T1 T2 എന്നാണ് അല്ലെ? T1 T2 ആ സ്പിയറിന്റെ ഇന്നർ സർഫസിലെ ടെമ്പറേച്ചറും ഔട്ടർ സർഫസിലെ ടെമ്പറേച്ചർ വന്നിരിക്കുന്നത്. അപ്പോ T1 minus Q ഡിവൈഡഡ് ബൈ എന്ത് വരും? നിങ്ങൾക്ക് ഇതിൽ ഐഡിയ ഉണ്ടോ?
divided by 1/R1 minus 1/R2 divided by 4πk. ഇതാണ് തെർമൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ വരിക സ്ഫിയറിന്റെ കേസിൽ. ഓക്കെ, ഇപ്പൊ T1 മൈനസ് T2 ബൈ 1/R1 മൈനസ് 1/R2 ബൈ 4πk. ഞാനൊന്ന് ചിലപ്പോ എക്സാമിന് വേറെ രീതിയിലായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. അതായത് ഇവിടെ ഈ R1 R2 ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? T1 മൈനസ് T2 ഡിവൈഡഡ് ബൈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് വരും? R2 into 1 R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ R1 R2. ഞാൻ ഈ 4πk നമ്മൾ 4πk into R1 R2 ഇങ്ങനെയും കാണാം. രണ്ടും സെയിം തന്നെ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. ഞാണെങ്കിൽ ഈ ടേബിളിന് മൊത്തത്തില് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇപ്പൊ എക്സാമിന് ഇങ്ങനെ ഓപ്ഷനിൽ തന്നേക്കുവാണ്. ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കാം, എന്നിട്ട് ശ്രദ്ധിച്ച് ആൻസർ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഹോളോ സ്ഫിയർ. ഒരു ലെയർ മാത്രമുള്ള ഹോളോ സ്ഫിയർ. ഇനി ഇതുപോലെ തന്നെ കോമ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ 3 ലെയർ ഉള്ള ഒരു കോമ്പോസിറ്റ് സ്ഫിയർ എന്നേക്കുവാണ്. അപ്പൊ അതിന്റെ ഇന്നർ ടെമ്പറേച്ചർ Ti ആണ്. അതുപോലെ ഔട്ടർ ടെമ്പറേച്ചർ TO ആണ്. ഓക്കെ, ഇവിടുത്തെ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് HI ആണ്. ഇവിടുത്തെ കൺവെക്ഷൻ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് HO എന്ന് വിചാരിക്കാം. ക്യൂവിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? Ti മൈനസ് TO ഡിവൈഡഡ് ബൈ 1/HI into A. ഇവിടുത്തെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4/3. 4/3 πr ക്യൂബ്. അതെന്താ സാധനം? അത് വോളിയല്ലേ? ഏരിയ എന്താ? 2/3. 4/r². 2πr. നമുക്ക് അറിയേണ്ടത് ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ ആണ്. 4πr². 4πr² കറക്റ്റ് അല്ലേ? ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഒരു അതേ റേഡിയസ് ഉള്ളൊരു സർക്കിളിന്റെ സർഫസ് ഏരിയയുടെ 4 ടൈംസ് ആയിരിക്കും. 4πr² അല്ലേ സ്ഫിയറിന്റെ സർഫസ് ഏരിയ കേട്ടാ. ഇവിടെ എന്ന് പറയുന്നത് 4πr² ആണ്. പ്ലസ് ബാക്കി നിങ്ങൾക്ക് അറിയാലോ എന്താണ്. ഫസ്റ്റ് ലെയർ എടുക്കുക R2 R1. അപ്പൊ ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ഇതെന്താ 1/R1 മൈനസ് 1/R2 ഡിവൈഡഡ് ബൈ 4πk1 പ്ലസ് ഈ ലെയർ കഴിഞ്ഞില്ലേ ഇത്. ഓക്കെ, ഇനി അടുത്ത ലെയർ എടുക്കാം. 1/R2 മൈനസ് 1/R1 ഡിവൈഡഡ് ബൈ 1/R3 ഡിവൈഡഡ് ബൈ 4πk2. ഓക്കെ, പ്ലസ് എന്ത് വരും? 1/HOA. 1/R3 മൈനസ് 1/R4 ഡിവൈഡ് ബൈ 4πk3 പ്ലസ് 1/H ഔട്ടർ ഇൻറ്റു ഏരിയ. ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഔട്ടർ സർഫസ് ഏരിയ കേട്ടോ. 4πr² എന്ന് വരും. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഇക്വേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇത്രയാണ് നമുക്ക് കണ്ടക്ഷന്റെ ഇക്വേഷൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. സ്ഫിയറിന്റെയും അതുപോലെ തന്നെ സിലിണ്ടറിന്റെയും പ്ലെയിൻ വാളിന്റെയും 3 ഇക്വേഷൻസ് കാണിക്കുക. കോമ്പോസിറ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് എഴുതാൻ പറ്റും. ഓക്കെ.